ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. കാരണം ടാരോ കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പോകരുത്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് മാത്രമേ എടുക്കാവൂ കേട്ടോ. ഇത് ജനറൽ റീഡിങ് എടുത്തിട്ട് ഇന്നലെ കുറച്ച് കമൻറ്റ് കണ്ടു. കുറച്ചല്ല, ഒരു കമൻറ്റാണ്, സോറി, ഒരു കമൻറ്റ് കണ്ടത് കൊണ്ട് മാത്രം പറയുന്നതാണ്. നിങ്ങൾ ഒരു തീരുമാനവും ടാരോ കൊണ്ട് എടുക്കരുത്. അപ്പം അങ്ങനെ അത്രയും മനസ്സിന് ഇതില്ലാത്ത ആൾക്കാർ ടാരോ കാണരുത്. അപ്പോൾ അത് അങ്ങനെ പറയാൻ തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോസിറ്റീവ് മാത്രം പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്, രണ്ടും ഉണ്ട്. അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ഇത് പ്രണയം മാത്രമാണ് ജീവിതം, എനിക്ക് ഇതില്ലാതെ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അത് ആ മാനസികാവസ്ഥ കൊണ്ട് പറയുന്നതായിരിക്കാം. പക്ഷെ പിന്നീട് അവരത് മനസ്സിലാക്കും. പക്ഷെ ഇപ്പോൾ ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ എനർജി എന്ന്. ഇമോഷണൽ വിഡ്രാവലാണ്. ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ട്, വിസ്ഡം വന്നിട്ടുണ്ട്, ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട്, അതോറിറ്റി, പിന്നെ ടെംപ്ടേഷൻ വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്, വേൾഡ് കാർഡാണ്, ഫുൾഫിൽമെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഇന്നേ ദിവസം. പിന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെംപ്ടേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രലോഭനത്തിൽ വിടാൻ സാധ്യതയുണ്ട് എന്നാണ് ആദ്യം കാണുന്നത്. പിന്നെ ചില ആൾക്കാർ വളരെ വിഷമിച്ച് എന്തോ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ഇനി വരില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതങ്ങനെയല്ല, ഇതിന് പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യത്തെയാണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണത്, അതാണെങ്കിൽ അതിന് പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതിനി ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് തിരികെ വരില്ല എന്ന്. അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ വിസ്ഡം വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ഗുരു വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ പോകുമായിരിക്കാം, ഒരു സത്സംഗ് അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്നേ ദിവസം ആ ഒരു പുതിയ തുടക്കവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ വളരെ വിഷമിച്ചിരുന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഡ് കാണുക, നിങ്ങളതിൽ ഒന്ന് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ എന്തെങ്കിലും നിങ്ങളൊന്ന് ചേരുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം. കാരണം അത്രയ്ക്കും വിഷമത്തിലാണ്. അങ്ങനെ ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. പുതിയ തുടക്കം ഉണ്ടാകുന്നു, വളരെ കോൺഫിഡൻസ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുന്ന ആ ഒരു ഗുരു നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് കാണുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗം ഉണ്ടാകും. നിങ്ങളുടെ സോളിനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളെ പ്രോപ്പറായിട്ട് വഴി നടത്താൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ എത്താൻ പോകുന്നതെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ പഠിക്കാൻ പോയി, വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പഠിക്കാൻ പോയി, അവർ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സാം ഒക്കെ പാസ്സാകുന്നതുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ടായിരിക്കാം. ആ ഒരു ആഗ്രഹിച്ചൊരു ജോലി, ഇതിൽ അതോറിറ്റിയും വന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ജോലി കിട്ടും എന്നാണ് കാണുന്നത്.
പിന്നെ ഇന്നേ ദിവസം ചില ആൾക്കാരെ മറ്റുള്ളവർ ഒരുപാട് ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിൽ എത്തുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് പ്രൊമോഷനാണ് കേട്ടോ, പ്രൊമോഷൻ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ജോലി ചെയ്തിരുന്നത് ആള് വേറെ ഏതെങ്കിലും ജോലിയിൽ കുറച്ചുകൂടി ഉയർന്നൊരു സാലറിയിലോ ഒരു പോസ്റ്റിലോ വേറെ ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ജോലിക്ക് അങ്ങനെ ഒരു ജോലിക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇതിൽ ഒരു സ്ഥിതിയിൽ നിങ്ങൾ എത്തുന്നു എന്ന് കാണുന്നുണ്ട്. 5 of Wands എനർജിയാണ്. നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. ഇത് നെഗറ്റീവ് പറയുന്നു എന്ന് പറയരുത്. ഇന്ന് ഡിസ്റ്റർബ് ആകുന്നുവെങ്കിൽ അതങ്ങനെ ആകരുത് എന്നാണ് ഇതിൽ ഗൈഡൻസ്. നിങ്ങൾ മാനസികമായി എന്തെങ്കിലും ഒരു ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പുതിയ തുടക്കമുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ മനസ്സിനൊന്ന് കൂളാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ എടുത്തു ചാടി ഒരു വഴക്കുണ്ടാക്കരുതെന്ന് വന്നിട്ടുണ്ട്. കാരണം ടെംപ്ടേഷൻ വന്നിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളൊന്ന് പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് വീട്ടിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കൊണ്ടുപോകുമ്പോൾ ആയിരിക്കും ആരെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്യുകയോ നമ്മളോട് റോങ് ആയിട്ട് ബിഹേവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പം ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു ടെംപ്ടേഷൻ, അങ്ങനെ ഒരു പ്രകോപനം നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ആരെങ്കിലും പ്രലോഭിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, മറ്റൊന്നിലും. പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം നിർത്താനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇതൊരു ഡബിൾ കാർഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മൊബൈൽ അഡിക്ഷനോ ഇപ്പോൾ ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ ഈറ്റിങ്ങോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. സ്മോക്കിംഗ് ഒക്കെ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഏത് തരത്തിലൊരു അഡിക്ഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു അഡിക്ഷൻ കൊണ്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു എന്നാണ് കാണുന്നത്. അത് നിർത്താനും പറ്റുന്നില്ല. നിങ്ങൾ ആൾറെഡി നിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ കുറേ കാലം കൊണ്ട് ആ ഒരു വിഷമം ഉണ്ടായിരിക്കും. ചിലപ്പോൾ വീട്ടുകാരൊക്കെ ഒരുപാട് നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഈ ഒരു ഹാബിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ അതൊരു അഡിക്ഷൻ കൊണ്ട് നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾക്ക് അത് നശിച്ചു പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത് യൂണിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കലാകാരന്മാരാണെങ്കിൽ, നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. അതിലൊരുപാട് വിഷമമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ കുറേയധികം ആൾക്കാരുണ്ടായിരിക്കാം. അവർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർ മുന്നിലോട്ട് കയറി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതിൽ ഒരുപാട് വിഷമമുണ്ട്. ആ ഒരു വിഷമത്തിലാണ് നിങ്ങളാണെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും ഗൈഡൻസ് എടുത്തിട്ടുണ്ടായിരിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ആ ഒരു ഗൈഡൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾ എവിടെയാണോ ഇരിക്കേണ്ടത്, നിങ്ങൾ എന്താണോ ആകേണ്ടത്, ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ, ആ ഒരു അതോറിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. 4 of Cups ആണ്. ഇത് ഒരു നിരാശയാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ആ ഉള്ള കാര്യങ്ങളിലൊന്നുമില്ല. പക്ഷേ വേറെ എന്തോ ഒരു കാര്യം വേണമെന്ന് വിചാരിച്ച് വിഷമിക്കുന്നുള്ളതാണ്. നിങ്ങൾ ആൾറെഡി സന്തോഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട്. 2 of Cups എനർജിയാണ്. ഒരു യൂണിയൻ ഉണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു ബ്രേക്കപ്പ് ആവുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ, അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമെങ്കിൽ, അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. ഒരു യൂണിയൻ ഉണ്ടാകുന്നെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ആ ആളിനെ കുറിച്ചൊരു അറിവ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ ആൾ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ, അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് വിചാരിച്ച്
പക്ഷെ ആ ആളാണെന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾ ചെയ്യുമായിരിക്കാം. ചിലപ്പോൾ ഒരു ഇൻസ്റ്റയിലൊരു പോസ്റ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊരു പോസ്റ്റോ ഒരു പ്രൊഫൈലോ ഒരു സ്റ്റാറ്റസോ ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം ആ ആള് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവരൊരു പോസ്റ്റ് ഇടാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം. പക്ഷെ അവരാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യരുത്. അതിന് ഈഗോ ഉണ്ട്. ഇപ്പം അതോറിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ഈഗോ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ നിങ്ങൾ ബ്രേക്കപ്പായി പോയതായിരിക്കാം. നിങ്ങളൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം. നിങ്ങളെ അവരെ അറിയിക്കണം, കാര്യങ്ങൾ അറിയിക്കണം. പക്ഷെ അവരുടെ ഈഗോ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അവർ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ, കാരണം ഒരു സോഷ്യൽ മീഡിയയിലായിരിക്കാം അവരത് പോസ്റ്റ് ചെയ്യുമായിരിക്കാം. അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ള തരത്തിൽ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യൂണിയൻ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേറൊന്നുമല്ല, നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി. അവരൊരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇന്നേ ദിവസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് തുടങ്ങുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ 2-3 സുഹൃത്തുക്കൾ കൂടി അത് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ 2-3 പേര് ചേർന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ വേറെ ഒരാളിനെയും കൂടെ നിങ്ങൾ ചേർക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ അതിൽ വളരെ ഇപ്പോൾ 2 പേര് ചേർന്നൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരാളിനെ കൂടി അതിൽ ചേർക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളിനെ കൂടി ചേർക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വീണ്ടും നഷ്ടബോധമാണ് പലർക്കും. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു ജോലിയായിട്ട് കാണാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയ ജോലിയെക്കുറിച്ച് ആലോചിച്ച് ഒരു വിഷമിക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പാണ്. അവർക്ക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും അത് മനസ്സിലാക്കാതിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥം അത് ഉണ്ടായിരിക്കണം. നിങ്ങൾ അത്രയും ജെന്യൂൻ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളോ പാസ്റ്റിലെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ പ്രശ്നമല്ല. ഫ്യൂച്ചറിൽ അവർ അത് മനസ്സിലാക്കും, നിങ്ങളുടെ സ്നേഹം എത്രയാണെന്ന് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളെപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവോ ആ സമയം മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക. വിഷമിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ചെയ്യരുത് എന്നാണ്. ഒരുപാട് വിഷമിച്ച് നമ്മളുടെ എനർജിയെ ഇല്ലാതാക്കി നെഗറ്റീവാക്കി കളയരുത്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധാരാളം പൈസ കിട്ടുന്നു എന്നുള്ളതാണ്. സഫിഷ്യൻ്റാണ്. നിങ്ങൾ ഒരു രാജാവാണ്. പൈസ ഉണ്ട് ആവശ്യം പോലെ. പിന്നെ വിശ്വസ്തരായ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ജോലിക്കാരുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക എന്നും കാണുന്നുണ്ട്. ചില ആൾക്കാർ നിങ്ങളുടെ ബുദ്ധിയും കൂടെ അതിൽ ഉപയോഗിക്കണം. ചില ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ക്രിറ്റിസൈസ് ചെയ്യുന്ന അത് ആക്സെപ്റ്റ് ചെയ്യുക. അവർ ഏത് ഇൻറ്റൻഷനിൽ പറഞ്ഞാലും അതിലൊരു കാര്യം ഉണ്ടാവും. നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോൾ പുറത്തുള്ള ഒരാൾ നമ്മളെ ചെറുതാക്കാൻ പറയുന്നതായിരിക്കും, പക്ഷെ അതിൽ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും. നമ്മൾ മാറേണ്ട കാര്യം. ക്രിറ്റിസിസം എപ്പോഴും വെൽക്കം ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഈഗോ ഇല്ലാതാകും. ഇതൊരു അതോറിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എംപററാണ്. അപ്പോൾ അതൊരു ഈഗോ ഉള്ള ഒരാളാണ്. നിങ്ങൾ കുറച്ച് ഈഗോ ഉണ്ടായിരിക്കാം. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈഗോ മാറ്റണം എന്നാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് പ്രോഗ്രസ് വേണമെങ്കിൽ നിങ്ങൾ ഈഗോ മാറ്റുക. അപ്പം നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു അങ്ങനെ ഒരു ഈഗോ ഉണ്ടെങ്കിൽ നമ്മളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി കളയും. അപ്പം അത് മനസ്സിലാക്കുക.
എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ, അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് എത്താൻ പറ്റും, ഒരുപാട് ഈഗോയും ഒരുപാട് പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് താഴോട്ട് വരേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യരുത്, ഈഗോ ഇല്ലാതിരിക്കുക. നമ്മൾ സത്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഹൈറഫൻ്റാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ് ആകാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കുറച്ചധികം കൂട്ടണം. നിങ്ങൾ ഒന്ന് സ്വസ്ഥമായും ശാന്തമായും ഇരിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ആത്മാവിൻ്റെ ആ ഒരു സ്വരം കേൾക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വരം കേൾക്കണം. അത് ശരിക്കും സൈലൻ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന് എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഹറി ആയിട്ട് ഇപ്പോൾ രാവിലെ എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയം ഭയങ്കര തിരക്ക് പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ അവനവന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ആത്മാവിന് വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും അങ്ങനെ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളൊന്ന് കേൾക്കുക. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, നമ്മളുടെ എന്ത് സന്തോഷങ്ങളാണ്, നമ്മൾ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഒന്നൊന്ന് ചോദിക്കുക കേട്ടോ. പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. നമ്മളുടെ ആത്മാവിന് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല സന്തോഷം. കുറച്ചു നേരം വെറുതെ ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് ഒന്ന് സംസാരിക്കുന്നതായിരിക്കാം, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡിനോടൊന്ന് സംസാരിക്കുന്നതായിരിക്കും നമ്മളുടെ ആത്മാവിന് ഏറ്റവും ഇഷ്ടം. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. നമുക്കെപ്പോഴും തിരക്കാണ്. തിരക്കുകളിൽ നിന്ന് കുറച്ച് സമയമെങ്കിലും ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഹറി മാത്രം അങ്ങനെ തിരക്ക് പിടിച്ച് ജീവിച്ചിട്ട് എന്താണ് കാര്യം? എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം എന്നാണ് ഇന്നത്തെ മെസ്സേജ്. ടെൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ നമുക്കിത് മതിയാക്കാം. ഇത് 10 ഓഫ് കപ്സ് ആണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇന്നേ ദിവസം. ഇന്നത്തെ എനർജി വളരെ നല്ലതാണ്. ഈ സ്ട്രെസ്സൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുക. നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി വയ്ക്കുക എന്നാണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക, കാമായിട്ടിരിക്കാൻ നോക്കുക. ഇന്നേ ദിവസം നിങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റും. ആവശ്യമില്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും സംസാരിക്കാതിരിക്കുക. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യാതിരിക്കുക. കൂളായിട്ട് അത് കൈകാര്യം ചെയ്ത് പരിശീലിക്കുക. അതൊരു വലിയ ക്ഷമ, അതിലൂടെയാണ് നമ്മൾ ക്ഷമ പഠിക്കുന്നത്. മറ്റൊരാൾ നമ്മളെ കുറ്റം പറയുമ്പോൾ, നമ്മൾ ഡയറക്റ്റായിട്ട് കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുറ്റം പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ ആ കുറ്റത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക. അവരങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കാം, വളരെ ചെറുതായിരിക്കാം. ആ ഒരു ചെറിയ കാര്യം എന്താണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. കാമായിരുന്ന് ആലോചിക്കുക, അത് മാറ്റേണ്ടതല്ലേ. നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് അത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുക. അതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടെങ്കിലും പറയാട്ടോ. പക്ഷെ ജെന്യൂൻ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. സൗണ്ട് ശരിയല്ലാതാകുന്നുണ്ട്, ചിലപ്പം ലൈറ്റിന് ക്ലാരിറ്റി ഇല്ലാതാകുന്നുണ്ട്, പറയുമ്പോൾ പലപ്പോഴും ഞാൻ തപ്പിപ്പിടിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് ലൈവായിട്ട് ചെയ്യുമ്പം ഇതിങ്ങനെ എഴുതി വെച്ച് വായിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കാം, അത്ര ഫ്ലോ എനിക്ക് വരാറില്ല. പലപ്പോഴും തപ്പലും വിക്കലും ഒക്കെ വരാറുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഫ്ലോയിലല്ല വരുന്നത്, അത് മനസ്സിലാക്കുക. പിന്നെ ആരും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യരുതെന്നല്ല പറയണത്. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാതൊന്നൊരു കുഴപ്പമില്ല. പക്ഷെ ജെന്യുവൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എനിക്ക് അത്രയധികം മൂല്യം ഞാൻ തരാറുണ്ട്. പിന്നെ കളിയാക്കാതിരിക്കുക. അത് കളിയാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ കളിയാക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കമൻറ്റ്. ഇന്നലത്തെ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു,
വലിച്ചഴിച്ച് പറയുന്നു. ഞാൻ ആ വീഡിയോ പിന്നെ കണ്ടു നോക്കി. ഞാൻ വീഡിയോ ഇത് സ്കിപ്പ് ചെയ്ത് പോകാട്ടോ, വേണ്ട, ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ ശരിക്കും ഒരു വലിച്ചഴിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ശരിക്കും പറയുന്നുണ്ടായിരുന്നു, കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കും അയ്യോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ അത് അപ്പോഴങ്ങനെ പറ്റുള്ളൂ. ചില സമയത്ത് എനർജി അങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇത് കുറച്ച് കൂടുതൽ പറഞ്ഞു പോയതിൽ ക്ഷമിക്കുക. താങ്ക് യു. ഒരു പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.